നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊടകര ദേശീയപാതയിൽ വാഹനാപകടം. ബസും ലോറികളും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റി. വേളാങ്കണ്ണിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 3:30-ഓടെ കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടയിൽ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കാണാതായ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. രക്ഷപ്പെടുത്തിയ മുഹമ്മദ് സവാദിനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ പീച്ചി താണിപ്പാടത്ത് വെച്ച് ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് മണൽ കയറ്റി വരികയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഡ്രൈവറും ക്ലീനറും അകന്നു മാറിയതിനാൽ ആളപായം ഒഴിവായി. ഗുരുവായൂരിൽ ആനകളെ ബാപ്പാന്മാർ മർദ്ദിച്ചതിൽ ഇടപെട്ട് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നറിയാൻ ദേവസ്വത്തിന് നിർദ്ദേശം. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി നടപടി. തൃശൂരിൽ ലോക്സഭാ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് BJP നേതാവും നടനുമായ സുരേഷ് ഗോപി താമര ചിഹ്നം വരച്ചാണ് ഔദ്യോഗികമായി പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. താമര തരംഗം തൃശൂരിൽ ഉറപ്പാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശ്രീനാരായണപുരം പള്ളിനട കോളനിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിനട കോളനിയിലെ ചാണശ്ശേരി വീട്ടിൽ ദിലീപ് കുമാറിനെയാണ് മതിലകം SI രമ്യ കാർത്തികേയനും സംഘവും അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതിയെ അഴീക്കോട് വെട്ടത്തിപ്പറമ്പിൽ അൽത്താഫിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് ജില്ലാ ജഡ്ജി V വിനീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്കിൽ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ ഫോഴ്സ്കോസിന്റെ ഭാഗമായി ജില്ലയിൽ ഫെബ്രുവരി 5 മുതൽ 8 വരെ 36 സ്ക്വാഡുകളിലായി നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 132 സ്ഥാപനങ്ങൾ അടച്ചു. 1089 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയായ പഴയന്നൂർ ശ്രീരാമന് 2.5 ലക്ഷം രൂപ വില വരുന്ന സ്റ്റീൽ ചങ്ങല സമർപ്പിച്ചു. വടക്കുനാഥ ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ചങ്ങല നൽകുന്ന ഗിൽട്ടൺ ചങ്ങല ദേവസ്വം ബോർഡ് മെമ്പർ മുരളീധരന് നൽകി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സിലൂടെ സമാപിക്കുന്നു. നമസ്കാരം.